നമ്മുടെ ചേട്ടായിയുടെ ആളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും ചെയ്യാതെ പോണത്. പക്ഷെ ചെയ്യാൻ നിർബന്ധിച്ചാൽ എന്താ പറയുക, ആ എലിയുടെ കാര്യം തന്നെയാ പറയണത്. ലൈറ്റ് ഇട്ടാൽ എലി വരില്ല എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ മൂപ്പർക്ക് അത് സുഖമായി. എന്തായാലും ചേച്ചി ലൈറ്റ് ഇട്ട് തന്നതല്ലേ, ഇനി ഇരുട്ടത്ത് തപ്പി തടയേണ്ട ആവശ്യമില്ലല്ലോ, പോയിട്ട് സെലക്ട് ചെയ്ത് സാധനങ്ങൾ എടുക്കാന്നുള്ള ലെവലായി. അപ്പം നമ്മളെന്തായി, മോയെന്തായി, അത് തന്നെ. സ്വന്തം കടയെ ഇത് നോക്കിയേ, എന്താ അതിനൊക്കെ പറയണ്ടേ, നോക്കിയേ നോക്കിയേ, കണ്ടോ കണ്ടോ, തൊക്കെ അങ്ങനെ ചെയ്തിട്ടിരിക്കണോ. അയ്യോ, പിന്നെ ഇതാണ്ട് ഇത് കണ്ടോ, എൻ്റെ ഒരു കുങ്കുമത്തിൻ്റെ പാത്രമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഒരു കുങ്കുമത്തിൻ്റെ പാത്രം ഉണ്ടായിരുന്നല്ലോ, എനിക്കിതിന് മുന്നേ ഒരു മരത്തിൻ്റെ ഒരു ഡബ്ബണ്ണേനെ അതിലേന് ഇട്ടേച്ചിനെ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂടീൻ്റെ അതുമ്മേൽ എന്തോ ഒരു ഡാമേജ് വന്നപ്പോൾ പിന്നെ അത് അങ്ങനെ ഒഴിവാക്കിയതാണ്. അങ്ങനത്തെ ഇതിൽ നമ്മൾ കുങ്കുമം അങ്ങനെയുള്ള നല്ല സാധനങ്ങളൊന്നും ഡാമേജ് ആയിട്ടുള്ളതിൽ വെക്കാൻ പാടില്ല, അത് കാരണം. ഇത് പിന്നെ ഞാൻ കുറച്ച് കുങ്കുമം ഇട്ടും കണ്ടിട്ട് എങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇടുന്ന. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, എൻ്റെ കുങ്കുമത്തിൻ്റെ പാത്രം ഇവിടെ കാണുന്നില്ല, ഇനി പിള്ളേരെങ്ങനെ എന്തെങ്കിലും കാട്ടി നോക്കിയത് കാണിച്ചത്. ഇതൊക്കെ കരണ്ട് തിന്നതാ. ഇതുണ്ടോ ഭസ്മത്തിൻ്റെ പാത്രം, കണ്ടോ, സന്ധ്യാനേരത്ത് ഭസ്മം തൊടാൻ വേണ്ടി വരുന്നാണേക്കോ, തൊട്ട് പോകുന്നുണ്ടാവുമായിരിക്കും, അതിനൊരു തുളട്ടയച്ചു. ഇതിപ്പോൾ ഉപയോഗിക്കില്ല, വേറെ മേലെ എടുക്കുക. പിന്നെ ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തേക്കും. എന്നാൽ ഈ ഇത്തിരി കുങ്കുമൊക്കെ തൊടേണ്ടിട്ടോ, ഈ കല്യാണം കഴിച്ചാന്ന് മറ്റേ എലികളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് എന്താ പറയുക, മിക്കവാറും എനിക്ക് ആ കടുങ്കൈ ചെയ്യേണ്ടി വരും. എൻ്റെ ഏട്ടൻ പറഞ്ഞിനു, മോനിഷ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എലിക്കണി വെക്കാന്ന്. ഞാൻ പറഞ്ഞ പാവല്ലേ, വേണ്ടേട്ടാ വേണ്ടേട്ടാന്ന് പറഞ്ഞു. ഓരോരുത്തർ എലീനൊക്കെ കൊല്ലണ കണ്ടിട്ട് പാവം തോന്നിയിട്ട് വേണ്ടേട്ടാ. ഇനിയിപ്പോൾ നിവർത്തില്ലാന്ന് തോന്നുന്നു, എലിക്കണി വെക്കേണ്ടി വരുന്നാ തോന്നണേ, കണ്ടില്ലേ. പിന്നെ ആണെങ്കിൽ ഇവിടെ മറ്റേ ഗണപതിൻ്റെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഒരു വിഗ്രഹമുണ്ട്. അപ്പം ഒരു ദിവസം ഞാൻ കണ്ടത് അതിൻ്റെ ബാക്കിലുണ്ട് ഈ എലിച്ചാര് പോയി കുത്തിരിക്കുന്നു. വാലായിരുന്നു ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വല്ല എഴുന്നിട്ടാണോ എന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോൾ എലിയാണ്. അപ്പം അതും കൂടി കണ്ടപ്പോണ്ടല്ലേ എനിക്ക് സത്യത്തിൽ നമ്മൾ പൊതുവേ പറയുക ഗണപതിൻ്റെ വാഹനമാണ് എലി എന്നല്ലേ. അന്നപ്പം ഒരു ദോഷം വാങ്ങി വെക്കണമെന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി, കുറച്ചൊരു ദൈവികമായും പിന്നെ അല്ലാണ്ടുള്ള ഒരു തോട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു തോട്ടും വെക്കണില്ല. അങ്ങക്കറിയും എൻ്റെ ഓരോ TTC വർക്കിൻ്റെ ചാർട്ടും ക്രാഫ്റ്റ് വർക്കും ഒക്കെ ഞാൻ പൂച്ച മക്കളെ കൊണ്ടിടക്കുന്ന മാതിരിയാണ് ഞാൻ ചെയ്ത വർക്കുകൾ ഓരോരുത്തരെടുത്ത്. ഇതെങ്ങാനും എലിയട്ടൊക്കെ അരണ്ടാൽ എന്തേക്കിൻ്റെ അവസ്ഥ. എത്രത്തോളം ചാർട്ടും എല്ലാം റെഡിയാക്കിയതാണ്. ഞാൻ വിരലിലെണ്ണാവുന്ന ചുരുങ്ങിയ വർക്കുകൾ എനിക്ക് ചെയ്യാനുള്ളൂ, അത്രയും ചെയ്തിട്ടത്. അപ്പം നിങ്ങൾ പറയും എലിക്കണി വെക്കണോ വേണ്ടിയോന്ന്. ഇങ്ങനെ പോയാൽ വെക്കേണ്ടി വരും, ആ കടുങ്കൈ ചെയ്തേ മതിയാവും. ഓക്കെ, ബൈ.